മനുഷ്യകുലത്തെ മുഴുവൻ സ്വർഗത്തോടടുപ്പിക്കുവാൻ ദൈവം പ്രത്യേകമായി വിഭാവനം ചെയ്ത മഹത്തായ പദ്ധതിയായിരുന്നു ദൈവപുത്രന്റെ മനുഷ്യാവതാരം. 2 സഹസ്രാബ്ദം പിന്നിട്ട രക്ഷാകര പദ്ധതിയുടെ ചരിത്രത്തിൽ എണ്ണമറ്റ മനുഷ്യാത്മാക്കൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നു. ലോകത്തിന് മുഴുവൻ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവിക സന്ദേശം പകരുന്ന വലിയ കുടുംബമായി അവർ മാറി. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട അനേകരിലൂടെ ഇന്നും ക്രിസ്തുവിന്റെ സമൂഹം ഈ ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ലളിതമായ ജീവിത ശൈലി കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും തിരുസഭയിലും ലോകമെങ്ങും ശ്രദ്ധേയനായ ഇടയൻ. അജഗണങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറി ക്രിസ്തുവിന്റെ സഭയ്ക്ക് ശക്തി പകരുന്ന തീഷ്ണമതിയായ അഭിഷിക്തൻ. ആത്മീയ നവോത്ഥാന രംഗത്ത് നിർണായകമായ ഇടപെടലുകളിലൂടെ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്ന ശുശ്രൂഷകൻ. മെത്രാൻ സ്ഥാനത്ത് 1/4 നൂറ്റാണ്ട് തികയ്ക്കുവാനൊരുങ്ങുന്ന പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് തന്റെ വ്യക്തിത്വവും ജീവിതശൈലിയും കൊണ്ട് വ്യത്യസ്തനാണ്. 2 പതിറ്റാണ്ടുകളിലായി പാലക്കാട് രൂപതയുടെ ഇടയനായി തുടരുന്ന അദ്ദേഹം ആ സമൂഹത്തെ ഇന്ന് കാണുന്ന ആത്മീയ ഔന്നത്യത്തിലേക്കും ഭൗതിക വളർച്ചയിലേക്കും നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ ജീവിത ആരംഭത്തെക്കുറിച്ച് അദ്ദേഹം സ്മരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് തികഞ്ഞ ആത്മീയ ബോധ്യങ്ങളിലും പ്രാർത്ഥനാ അന്തരീക്ഷത്തിലും മിഴിവാർന്നു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ്. ആ മാതാപിതാക്കളും മക്കളും പ്രധാന പരിഗണന നൽകിയിരുന്ന കുടുംബ പ്രാർത്ഥനയും ആത്മീയ മൂല്യങ്ങളുമാണ് ഈ അഭിഷിക്തനെ രൂപപ്പെടുത്തിയത് എന്ന് തീർച്ച. എൻ്റെ ജനനം 1947 ഫെബ്രുവരി മാസം 22-ാം തീയതി ആയിരുന്നു. മാതാപിതാക്കളുടെ പേര് കുര്യൻ എന്നും കത്രീന എന്നുമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനാണ് ഏറ്റവും മൂത്ത മകൻ. വേറെ 6 പേര് സഹോദരങ്ങളായിട്ടുണ്ട്. ഒരു അനുജനും 5 സഹോദരിമാരും. ആ സഹോദരിമാരിൽ ഒരാൾ ഒരു സിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഒരു കുഞ്ഞനുജനും ഒരു സഹോദരിയും അകാലത്തിൽ തന്നെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ആ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കളുടെ കടിഞ്ഞൂൽ പുത്രനാണ് ഞാൻ. എറണാകുളം അതിരൂപതയിലെ കോടംതുരുത്തിൽ മനത്തോടത്ത് കുര്യൻ കത്രീന ദമ്പതികളുടെ
7 മക്കളിൽ മൂത്ത മകനായി ജനിച്ച അഭിവന്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത് തനിക്ക് ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹീതമായ കുടുംബാന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കളുടെ മികച്ച ജീവിത മാതൃകയും ഉയർന്ന ആത്മീയ ബോധ്യങ്ങളിൽ മക്കളെ വളർത്തുവാൻ അവർ പ്രകടിപ്പിച്ച തീഷ്ണതയും മാതൃകാപരമായിരുന്നു. എൻ്റെ കുടുംബം വളരെ ദൈവഭക്തിയുള്ള ഒന്നാണ്. കുടുംബത്തിലെ പ്രാർത്ഥനകളൊക്കെ വളരെ ക്രമമായിട്ട് ചിട്ടയായിട്ട് നടത്തപ്പെട്ടിരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. എൻ്റെ അമ്മയൊക്കെ കുടുംബാംഗങ്ങളും അതിരാവിലെ എഴുന്നേറ്റ് ജപമാല ചൊല്ലിയിരുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പനും അമ്മയും വളരെ ദൈവഭക്തരായ വ്യക്തികളായിരുന്നു. മക്കളോടൊപ്പം സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന കാര്യത്തിൽ അവർ വളരെയേറെ തൽപരരായിരുന്നു. അപ്പന് ഒരു തടുക്ക് കമ്പനിയിലെ ജോലിയായിരുന്നു. തടുക്ക് കമ്പനിയിലെ മൂപ്പനായിട്ട് എൻ്റെ ഇച്ചാച്ചൻ പ്രവർത്തിച്ചിരുന്നു. വീട്ടിൽ ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു, പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട. അതുപോലെ തന്നെ ആ കടയുടെ ചുമതല ചാച്ചൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് അമ്മയാണ് ഏറ്റെടുത്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾ തേങ്ങ മൊത്തമായിട്ട് വാങ്ങി വെട്ടി ഉണക്കി കൊപ്രയായിട്ട് കൊടുക്കുന്ന ജോലിയുണ്ടായിരുന്നു. പിന്നെ കയറ് മൊത്തമായിട്ട് പിരിച്ച് കൊടുക്കുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ആ വരുമാന മാർഗങ്ങൾ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ അന്തരീക്ഷത്തെപ്പറ്റി പറയുമ്പോൾ നല്ലൊരു കുടുംബാന്തരീക്ഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ അപ്പനും അപ്പൻ്റെ നേരെ ഇളയ അനുജനും ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഞങ്ങൾ 7 മക്കൾ, അവർക്കും 5 പേര്, അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിറ്റപ്പൻ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അതുവരെ ഞങ്ങൾ ഒരുമിച്ച് വളരെ സൗഹാർദ്ദമായിട്ട് കഴിഞ്ഞിരുന്ന ആ കാലമായിരുന്നു അത്. പ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളരുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അഭിമന്യ മനത്തോടത്ത് പിതാവിൻ്റെ ബാല്യകാല സ്മരണകൾ ഏറെ ദീപ്തമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും മാതൃകാപരമായി മുന്നേറിയിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചാണ് പുലർച്ചകളിൽ ദേവാലയത്തിലെത്തിയിരുന്നത്. ദിവ്യകാരുണ്യത്തോടൊപ്പം മറ്റാത്മീയ നേട്ടങ്ങളോടുമുള്ള വലിയ അഭിനിവേശം ദൈവം ആ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരുന്ന വലിയ പുണ്യമായിരുന്നു. എക്കാലവും അൾത്താരയോട് ചേർന്ന് നിന്ന് വളരുവാനുള്ള വലിയ കൃപ ദൈവം അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. എൻ്റെ ഇടവക ദേവാലയം 7 കിലോമീറ്ററോളം അകലെയായിരുന്നു. എന്നാൽ പോലും ശനി ഞായർ ദിവസങ്ങളിലും ചില ആഴ്ചകളിൽ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ ഞാൻ പോകുമായിരുന്നു. അമ്മയും പള്ളിയിൽ വരുമായിരുന്നു. സഹോദരങ്ങളിൽ ചിലരും പള്ളിയിൽ വരുമായിരുന്നു. എൻ്റെ ഞാൻ പഠിച്ച സ്കൂള് എതിർദിശയിൽ ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരെയായിരുന്നു. അപ്പോൾ പള്ളിയിലേക്ക് പോയി കുർബാനയെല്ലാം കണ്ടതിന് ശേഷം തിരികെ വീട്ടിൽ വന്ന് എതിർദിശയിലേക്ക് വീണ്ടും ഒരു 6 കിലോമീറ്ററൊക്കെ നടന്നുപോയി പഠിച്ച ആ സാഹചര്യത്തെ പറ്റിയൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും. പള്ളിയോടും ദൈവിക കാര്യങ്ങളോടും ആദ്യം മുതൽ തന്നെ ഒരു വലിയ ആകർഷണം എനിക്ക് തോന്നിയിരുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക, കുർബാനയ്ക്ക് കൂടുക, പ്രായമാകുമ്പോൾ കുർബാനയ്ക്ക് കൂടുക, ഇതെല്ലാം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അന്ന് കുർബാന സുറിയാനി ഭാഷയിലായിരുന്നു. സുറിയാനി ഭാഷയിൽ കുർബാനയ്ക്ക് കൂടണമെങ്കിൽ
അതെല്ലാം നന്നായിട്ട് പഠിക്കണം, പഠിച്ചാൽ മാത്രമേ കുർബാനയ്ക്ക് കൂടാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഞാൻ കുർബാനയ്ക്ക് കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ സീനിയറായിട്ട് ഉണ്ടായിരുന്ന ഒരു ചെമ്മാച്ചനോട് എന്നെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിക്കാമോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം വെക്കേഷന് വന്ന അവസരത്തിൽ 2 മാസം വെക്കേഷന് വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എബ്രഹാം പൂച്ചക്കാട്ട് എന്നാണ്. അദ്ദേഹം ഇന്ന് ഒരു വൈദികനാണ്, ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഈ താല്പര്യം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ വെക്കേഷൻ കാലത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കുർബാനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഈ ശമാശൻ്റെ കൂടെയാണ് ഞാൻ പോന്നിരുന്നത്. അപ്പോൾ തിരിച്ചു പോന്നിരുന്ന വഴിക്ക് ഞാൻ ഈ പ്രാർത്ഥനകൾ സുറിയാനി ഭാഷയിൽ കുർബാനയ്ക്ക് കൂടുന്ന പ്രാർത്ഥനകളൊക്കെ അദ്ദേഹത്തെ ചൊല്ലി കേൾപ്പിച്ചിരുന്നു. അദ്ദേഹം തെറ്റുകളൊക്കെ തിരുത്തി തരുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് കുർബാനയ്ക്ക് കൂടാനായിട്ട് ഞാൻ പഠിച്ചു. ആദ്യമായിട്ട് കുർബാനയ്ക്ക് കൂടിയപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് കൂടുന്നത് കാണുന്നതിന് വേണ്ടി എൻ്റെ അമ്മയും പള്ളിയിൽ വന്നിരുന്നു. അമ്മയും വീക്കെൻഡിന് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ അമ്മയും ഇത്രമാത്രം ദൂരെയാണ് പള്ളിയെങ്കിലും ആ പള്ളിയിലേക്കുള്ള വഴി ഈ തോടും ഈ തോടും പുഴയും എല്ലാം ഉള്ള ഒരു പാലങ്ങളും എല്ലാം കടന്നു പോകേണ്ട ഒരു വഴിയായിരുന്നുവെങ്കിൽ പോലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അമ്മയും നിവൃത്തിയുള്ളിടത്തോളം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പോകുമായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് കൂടി തുടങ്ങിയ അവസരത്തിൽ അമ്മയും അത് കാണുന്നതിന് വേണ്ടി വന്നിരുന്നു. നീ നന്നായിട്ട് കൂടി എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ആ ദൈവിക കാര്യങ്ങളോടും ദേവാലയത്തോടുമുള്ള ഒരു ആഭിമുഖ്യം ഇതൊരു പക്ഷേ എൻ്റെ ദൈവവിളിയുടെ ആരംഭമായിട്ട് ഇന്ന് ഞാൻ കാണുകയാണ്. അഭിവന്യ പിതാവിൻ്റെ വിദ്യാഭ്യാസ കാലത്തുടനീളം ഒരു മികച്ച മാതൃകാ വിദ്യാർത്ഥിയായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്നും ഒന്നാമനായി നിലനിൽക്കുവാനുള്ള വലിയ കൃപ ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നത് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. ഒരിക്കലും ശോഭ കുറയാതെ പഠനത്തിൽ മുന്നേറിയ അദ്ദേഹം പിൽക്കാലത്ത് കേരള സഭയിലെ മികച്ച പണ്ഡിതരിൽ ഒരാളായി ഗണിക്കപ്പെട്ടു. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എന്നെ ആശാൻ കളരിയിൽ ചേർത്തു. ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു ഹിന്ദുവായ ഒരു ആശാനായിരുന്നു. അദ്ദേഹം ആദ്യം എനിക്ക് തന്ന ഓലയിൽ മിശിഹ തുണയ്ക്ക എന്നെഴുതി അത് നിലത്തെഴുതാൻ എന്നെ പഠിപ്പിച്ചതൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആശാന് വളരെ നല്ല ഓർമ്മകളാണുള്ളത്. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് ആശാൻ പിന്നീടൊക്കെ സൂചിപ്പിച്ചിരുന്നു. പഠിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ കഴിവായിരുന്നു അത്. അതുകൊണ്ട് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറേ കൂടി വേഗത്തിൽ ആശാൻ എഴുതി തരുന്ന കാര്യങ്ങളൊക്കെ ഹൃദ്യസ്ഥമാക്കുവാനും അത് അതേപോലെ എഴുതി കാണിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചിരുന്നു. തൻ്റെ ദൈവവിളിയിലേക്കുള്ള യാത്രയുടെ ആരംഭം അഭിവന്യ പിതാവ് കാണുന്നത് തികഞ്ഞ മാതൃകകളായി തനിക്ക് മുന്നിലെത്തിയ അനേകം വൈദികരുടെ ഇടപെടലുകളിലാണ്. പൗരോഹിത്യവും അജപാലനവും ആവേശം നിറഞ്ഞ ജീവിത ലക്ഷ്യങ്ങളായി ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. ഒപ്പം സ്വന്തം ഇടവകയിൽ നിന്നുള്ള അനേക വൈദികരും വൈദിക വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് പ്രചോദനം പകർന്നു.
ദൈവവിളികൾ തിരിച്ചറിയപ്പെടുന്നതിനുള്ള പശ്ചാത്തലമൊരുക്കപ്പെടുന്നത് എക്കാലവും മികച്ച മാതൃകകളിലൂടെയാണ് എന്ന് അഭിമന്യ പിതാവിൻ്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഇടവകയിൽ സേവനം ചെയ്ത വൈദികരെല്ലാം വളരെയേറെ പ്രചോദനാത്മകമായ തരത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോൾ, അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പോൾ, അടുത്തറിയാനായിട്ട് സാധിച്ചപ്പോൾ എത്രമാത്രം ആ ഒരു താല്പര്യത്തോടും പ്രതിബദ്ധതയോടും തീഷ്ണതയോടും കൂടിയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അവരെപ്പോലെ ഒരു വൈദികനായി തീരണമെന്നുള്ള ആഗ്രഹം എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായി. അപ്പോൾ ആഗ്രഹം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതേപ്പറ്റി അധികമൊന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചിരുന്നില്ല. എന്നാൽ പള്ളിയിൽ പോകാനും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനാകാനുമൊക്കെ എനിക്ക് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവവിളികൾ കൊണ്ട് സമ്പന്നമായ ഒരു ഇടവകയാണ് എൻ്റേത്. ഇതിനകം 8 പേര് ആ ഇടവകയിൽ നിന്ന് വൈദികരായിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 3 പേര് ശമാശന്മാരായിട്ട് ആ ഇടവകയിലുണ്ടായിരുന്നു. അവരൊക്കെ വെക്കേഷൻ കാലത്ത് വരികയും അങ്ങനെ ലോ ഇട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരെപ്പോലെ ആയിത്തീരണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൂടുതൽ എന്നിൽ ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെയും ആ ഒരു മാതൃക ഒരു വൈദികനാകാനായിട്ട് എന്നെ സ്വാധീനിച്ചു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അഭിമന്യ പിതാവിൻ്റെ ജീവിതത്തിൽ വിശ്വാസ പരിശീലനം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. മാതാപിതാക്കൾക്ക് പുറമെ ഞായറാഴ്ചകളിൽ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്ന അധ്യാപകരുടെ ജീവിത മാതൃകയും ഉപദേശങ്ങളും ആ ജീവിതത്തിൽ വഴിവിളക്കായി മാറിയവയാണ്. ഒരുപക്ഷേ മതബോധന ക്ലാസുകൾക്കും വിശ്വാസ പരിശീലന പരിപാടികൾക്കും പ്രാധാന്യം കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പിതാവിൻ്റെ അനുഭവങ്ങൾ. അപ്രകാരമുള്ള ഒരു ദൈവവിളിയിൽ എന്നെ സ്ഥിരപ്പെടുത്തിയത് എനിക്ക് ലഭിച്ച നല്ല വിശ്വാസ പരിശീലനമാണ്. എൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലൂടെ ലഭിച്ച വിശ്വാസ പരിശീലനം, അതിനുശേഷം ദേവാലയത്തെ കേന്ദ്രീകരിച്ച് നൽകപ്പെട്ടതായ വിശ്വാസ പരിശീലനം, കുടുംബത്തിലെ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമെല്ലാം വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഈ സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം വണക്കമാസം, അതുപോലെ തന്നെ നൊവേനകൾ, ഇതെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. വണക്കമാസം ആഘോഷമായിട്ടൊക്കെ നടത്തിയിരുന്നതൊക്കെ എനിക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ക്രിസ്ത്യ അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അതുവഴിയായിട്ട് തന്നെ ആ കുടുംബ വിശ്വാസ പരിശീലനം എനിക്ക് മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്കും കിട്ടിയിരുന്നു. പ്രാർത്ഥനയുടെ കാര്യത്തിൽ എല്ലാവരും കൃത്യത പാലിക്കണമെന്നുള്ള ആ ഒരു നിർബന്ധം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ആ ഓർമ്മ ഇന്നും വളരെയേറെ പ്രചോദനാത്മകമായ ഒന്നാണ്. ദേവാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശ്വാസ പരിശീലനവും അതും എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ നല്ല മതാധ്യാപകരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് ശേഷം രാവിലെ ഒരു കുർബാനയുണ്ട്, രണ്ടാമതൊരു കുർബാനയുണ്ട്. 9:15 മണിക്ക് 9:30 മണിക്ക് മറ്റേ ആയിരുന്നു. ആ കുർബാനയ്ക്ക് ശേഷമാണ് ഏതാണ്ട് 2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നൽകപ്പെട്ടിരുന്നത്. ആ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലെയും അധ്യാപകരെ പറ്റി എല്ലാവരെയും ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല, എന്നാൽ പോലും ചിലരെയൊക്കെ എനിക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. അവരെല്ലാവരും വളരെയേറെ പ്രതിബദ്ധതയോടും തീഷ്ണതയോടും കൂടി ആ ശുശ്രൂഷ നിർവഹിച്ചവരാണ്. അവരുടെ ജീവിത മാതൃകയും വളരെയേറെ പ്രചോദനാത്മകമായ ഒന്നായിരുന്നു.
അഭിമന്യ മനത്തോടത്ത് പിതാവിൻ്റെ ബാല്യകാലത്ത് ദൈവനിശ്ചിതമായ ഒരു ശുശ്രൂഷ വീഥിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുവാൻ പ്രേരകമായ പ്രധാനപ്പെട്ട ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ വായനാശീലമാണ്. ചെറുപ്പത്തിൽ സമ്മാനമായി ലഭിക്കുമായിരുന്നതും ദേവാലയത്തോട് ചേർന്നുള്ള ലൈബ്രറിയിലുണ്ടായിരുന്നതുമായ അനേക ഗ്രന്ഥങ്ങൾ ആ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. സ്വഭാവ രൂപീകരണത്തിനും ദൈവഹിതം തിരിച്ചറിയുന്നതിനും പോലും വായനാശീലം വഹിക്കുന്ന പങ്ക് നാമും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അവസരത്തിൽ ആ ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പരീക്ഷയിൽ എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. അതിന് സമ്മാനമായിട്ട് എനിക്ക് ലഭിച്ചത് തിരുക്കുടുംബത്തിൻ്റെ ഒരു ഫ്രെയിം ചെയ്ത പടമായിരുന്നു. ഞാനത് ഓർമ്മിക്കുക. 8ാം ക്ലാസ്സിലെ പരീക്ഷയിലും ഫൈനൽ എക്സാമിനേഷനിലും ഞാൻ തന്നെയായിരുന്നു 1ാം സ്ഥാനത്തെത്തിയത്. അന്ന് എനിക്ക് സമ്മാനമായിട്ട് ലഭിച്ചത് കുട്ടികൾക്ക് വിശുദ്ധരാകണോ എന്നുള്ള ഒരു പുസ്തകമാണ്. ഒരു നിധി പോലെ ആ പുസ്തകം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, വളരെയേറെ സന്തോഷമായിരുന്നു ഒരു പുസ്തകം കിട്ടിയപ്പോൾ. ഞാൻ ആ പുസ്തകം ആദ്യ അവസാനം വായിച്ചു. വെക്കേഷൻ കാലത്താണ് പുസ്തകം കിട്ടുന്നത്, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ സമയമുണ്ടായിരുന്നു. ആദ്യ അവസാനം വായിച്ചു. വളരെയേറെ പ്രചോദനം ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ച ഒരു പുസ്തകമായിരുന്നു അത്. പല വിശുദ്ധരെ പറ്റിയുള്ള വിവരണങ്ങൾ, നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യം സ്വന്തമാക്കാൻ ആ പുസ്തക വായന വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ 9ാം ക്ലാസ്സിൽ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ്. അന്ന് എനിക്ക് സമ്മാനമായിട്ട് ലഭിച്ച പുസ്തകം പത്താംപിയൂസിൻ്റെ ജീവിത ചരിത്രമായിരുന്നു. അതും വളരെ ആവേശത്തോടു കൂടി ഞാൻ വായിച്ചു തീർത്തു. അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ, അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ സുപ്രധാനമായ ഘട്ടങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സഹിച്ച ത്യാഗങ്ങൾ, ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രദർശിപ്പിച്ച തീഷ്ണത, അതൊക്കെ വളരെയേറെ ആകർഷകമായിരുന്നു. അപ്പോൾ എൻ്റെ ആ ദൈവവിളിയിലെ ഒരുവിധം ആഴപ്പെടാനായിട്ട് ആ പുസ്തക വായനയും എന്നെ സഹായിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലും ഞാൻ തന്നെയായിരുന്നു 1ാം സ്ഥാനത്തെത്തിയത്. അന്ന് എനിക്ക് സമ്മാനമായിട്ട് ലഭിച്ചത് വിശുദ്ധനായ ജോൺ മേരി വിയാനിയുടെ ജീവിത ചരിത്രമായിരുന്നു. അതും ഞാൻ വായിച്ചു. ആദ്യ അവസാനം ഞാൻ വായിച്ചു. അതും വളരെയേറെ എന്നെ ഒരു വൈദികനാകാനായിട്ട് പ്രചോദിപ്പിച്ചു എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ ആ ഫലം എനിക്കുണ്ടായി. എന്നെ ദൈവം വിളിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ വൈദിക ജീവിതത്തോടുള്ളൊരു ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആഭിമുഖ്യത്തിൽ ബോധ്യം വരാനായിട്ടും വളരാനായിട്ടും ആഴപ്പെടാനായിട്ടുമൊക്കെ ഈ പുസ്തക വായന എന്നെ സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ നിന്ന് നല്ല നല്ല പുസ്തകങ്ങൾ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാമായിരുന്നു, വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാമായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒരു പുസ്തകം എടുത്തുകൊണ്ട് പോരും. അത് വായിച്ചു കഴിയുമ്പോൾ അത് കൊടുത്തിട്ട് വേറൊരു പുസ്തകം വായിക്കും. അങ്ങനെ പല വിശുദ്ധരുടെയും ജീവിത ചരിത്രങ്ങളും പല നല്ല പുസ്തകങ്ങളുമൊക്കെയും പള്ളിയിലെ ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് വായിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയയുടെ ജീവിത ചരിത്രം, ജോൺ ബെർക്ക്മൻസിൻ്റെ ജീവിത ചരിത്രം, ഇതുപോലുള്ള വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ചു. എന്നെ വളരെയേറെ സ്വാധീനിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത ചരിത്രം പല പ്രാവശ്യം ഞാൻ വായിച്ചത് ഞാൻ ഓർമ്മിക്കുക. ആ വിശുദ്ധയെ പറ്റിയുള്ള പല പുസ്തകങ്ങളും ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ഞാൻ വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അത്രയ്ക്ക് മാത്രം ആ വിശുദ്ധയുടെ ജീവിതം, സിമ്പിളായിട്ടുള്ള ആ ഒരു ജീവിതം, വളരെ ഹ്രസ്വമായിട്ടുള്ളൊരു ജീവിതം, ഏറ്റവും വിശുദ്ധമായിട്ടൊരു ജീവിതം,
അത് വളരെയേറെ പ്രചോദനം നൽകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയ സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കുവാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരഭിഷിക്തൻ. ആ ജീവിതത്തിലുടനീളം ദൈവം അദ്ദേഹത്തെ കരം പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ സകലർക്കും പ്രചോദനം പകരുന്നവയാണ്. കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായ ഈ ശുശ്രൂഷകന്റെ മാതൃകയനുസരിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കും പരിശ്രമിക്കാം. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ബിയാരിച്ചിൻ്റെ എഴുത്തും കൂടി കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കാർഡുമായിട്ടാണ് ബിയാരിച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ബിയാരിച്ചന് ഈ ഇൻ്റർവ്യൂ കാർഡുമായിട്ട് ഞാൻ ചെന്നപ്പോൾ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തോട് ഞാൻ ഒരു വാക്ക് പോലും അതിനു മുമ്പ് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തോട് ആലോചിക്കേണ്ടതായിരുന്നു, ഇങ്ങോട്ട് താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തോട് പറയേണ്ടതായിരുന്നു, ഈ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാതിരുന്നതിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസമായി. ഞാനിങ്ങനെ സെമിനാറിലേക്ക് പോകാൻ പോകുന്നു, പിന്നെ വല്ലപ്പോഴൊക്കെ അവർക്ക് എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രയാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊരു വൈദികനാകുന്ന കാര്യത്തിൽ അവർക്കൊക്കെ വളരെയേറെ താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അവരുടെ ആരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു നിരുത്സാഹപ്പെടുത്തലിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു, അപ്പനും അമ്മയും എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ സന്തോഷം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, ആ സന്തോഷം ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം തന്നെ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അതും വളരെ സന്തോഷപ്രദമായിരുന്നു. കാരണം സെമിനാരിലേക്ക് തിരിച്ചു പോവുക, പഠനം തുടരുക, അതും വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. ദൈവം എന്നെ നയിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം എനിക്ക് അനുമാനിക്കാനായിട്ട്. അല്ലെങ്കിൽ വളരെയേറെ ഈ നിരുത്സാഹപ്പെടുത്തലുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിച്ചെങ്കിൽ അതിൻ്റെ കാരണം ദൈവം എന്നെ അപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്.